या सृष्टिसृष्टुरद्य महदि विधिहुतं या हविर्या च होत्री यदि कालसुदित्तविषयगुणाया स्थिता व्याप्य विश्वं या माहु सर्वबीजप्रकृतिया प्राणिनं प्राणवन्तं प्रत्यक्षाभिप्रपन्नस्तनुभिरवधू वस्ताभिरष्टाभिरीश अज्ञानतिमिरान्तस्य ज्ञानाञ्जनशलाकया चक्षुरुन्मीलितं येन तस्मै श्रीगुरवे नमः. ദൈവമേ, കാത്തുകൊള്ളുകങ്ങ് കൈവിടാതിങ്ങു ഞങ്ങളെ, നാവികൻ നീ പവാത്തിക്കോരാവിവൻ തോണി നിൻപദം. ദിൽഷാദ് നഗറിലെ മാനവസേവ മാധവസേവ എന്ന ആശയഗാംഭീര്യമുള്ള മഹാസംഘത്തിൻ്റെ 8ാമത് വാർഷികത്തോടനുബന്ധിച്ച് സനാതനധർമ്മ പഠന ശിബിരത്തിൻ്റെ പ്രാരംഭം കുറിക്കുന്ന ഈ മഹത്തരമായ വേദിയിൽ മുഖ്യപ്രഭാഷണത്തിന് ക്ഷണിച്ചതിന് ഉള്ള ഒരുപാട് നന്ദി ഇതിൻ്റെ സംഘാടകരോട് ഞാൻ അറിയിക്കുന്നു. വിജയസപ്തമി എന്ന് അദ്ദേഹം പറഞ്ഞ ഇന്നത്തെ ദിവസം ഡിസംബർ 8 സംഘടനയുടെ 8ാം വാർഷികവും ആണ്. എൻ്റെ നാള് അഷ്ടമി രോഹിണിയും ആണ്. 8 എന്നത് അഷ്ടമം ആണ്. അതുകൊണ്ട് തന്നെ പ്രിയങ്കരനായ ശ്രീനിവാസൻ തമ്പുരാൻജി പറഞ്ഞതുപോലെ ഇതൊരു നല്ല തുടക്കം ആകണമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇതൊരു നല്ല തുടക്കം ആണ് എന്ന് ഞാൻ ഉറപ്പിച്ചു പറഞ്ഞു. വേദി അലങ്കരിക്കുന്ന ഡോക്ടർ ശ്രീനിവാസൻ തമ്പുരാൻ, ശ്രീ പി കെ സുരേഷ് ജി, ശ്രീ ശ്രീകുമാർജി, ശ്രീ കാവാലം മാധവൻകുട്ടി സാർ, പ്രിയപ്പെട്ട രമേശ് ജി, മറ്റ് വേദിയിലും സദസ്സിലും സമ്മേളിച്ചിരിക്കുന്ന സുമനസ്സുകളായ സഹൃദയരായ സഹോദരങ്ങളെ, നിതാന്തമായ പ്രഭാഷണ പരമ്പരയുടെ ഘോഷയാത്രയിൽ കേരളത്തിന് പുറത്ത് ഉള്ള മലയാളികളെ കാണുമ്പോഴാണ് എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം വരുന്നത്. കാരണം കേരളത്തിൻ്റെ ഒരു പരിച്ഛേദം എല്ലാ വേദിയിലും ഉണ്ടാകും. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള എല്ലാ ജില്ലയിലുമുള്ളവരെ ഒന്നിച്ചു കാണണമെങ്കിൽ കേരളത്തിന് പുറത്തു പോകണം. മാത്രമല്ല, കേരളത്തിലുടനീളമുള്ള പ്രഭാഷണം മണ്ഡലകാലം തുടക്കം വൃശ്ചികം 1 മുതൽ തുടങ്ങുമെൻ്റെ പീക്ക് ലോഡ് ടൈം നിരന്തരം വേദികളിൽ ഓടുമ്പോൾ ഇപ്പോൾ എനിക്ക് മനസ്സിലാകുന്നത് എനിക്ക് മനസ്സിലാകുന്നത് ഇപ്പോൾ ഭക്തരെ കേരളത്തിലല്ല കൂടുതൽ, ഡൽഹിയിലാണ്. മയൂർ വിഹാറിലെ ആൾക്കാരോട് ഒന്ന് ഭജനയും നൃത്തമൊക്കെ അവതരിപ്പിച്ചു. മയൂർ വിഹാറിലെ അയ്യപ്പ ക്ഷേത്രത്തിൽ 3 പ്രാവശ്യം പങ്കെടുത്തിട്ടുണ്ട്. അവസാനമായി പങ്കെടുത്തത് നമ്മുടെ പ്രയാർജി ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രയാർ ഞാനുമായിട്ട് അവസാനമായി പങ്കെടുത്ത വേദിയും അതാണ്. അപ്പോൾ ഇവിടെ ഡൽഹിയിൽ തന്നെ നിരവധി അയ്യപ്പ ക്ഷേത്രങ്ങളുണ്ട്. ഇനി ജനുവരി 5 ഞാൻ വീണ്ടും ഇവിടെ വരുന്നുണ്ട്. സ്ഥലപ്പേര് ഞാൻ മറന്നുപോയി. ഡൽഹിയിൽ തന്നെ വരുന്നുണ്ട്. അപ്പോൾ നല്ല ഭക്തി ഉണ്ടായിട്ടുണ്ട്. പ്രിയപ്പെട്ട ശ്രീനിവാസൻ തമ്പുരാൻജി പറഞ്ഞ ആ കാര്യങ്ങൾ തന്നെ നമുക്ക് എന്താണോ എനിക്ക് ഏത് വിഷയം തന്നാലും അതിനെപ്പറ്റി പഠിച്ചിട്ട് പറയാം എന്ന് പറയേണ്ടുന്ന കാര്യം ഇല്ല. കാരണം ഇത് പഠിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇൻപുട്ട് ഉണ്ടെങ്കിൽ ഔട്ട്പുട്ടിന് ഒരു പ്രയാസവും ഉണ്ടാകില്ല. ഇൻപുട്ട് ഇല്ലെങ്കിലാണ് ആ വിഷയം ഞാനൊന്ന് പഠിച്ചു പറയാം എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പം അത് പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് വിഷയത്തിൽ നിന്ന് ഇങ്ങനെ തെറ്റിപ്പോവും ചെറിയ. നമ്മൾ കേട്ടില്ലേ മലയാളക്കരയിൽ പറയുന്നൊരു തമാശ. പശുവിനെ പറ്റി 10 വാചകം എഴുതാൻ പരീക്ഷയ്ക്ക് ചോദിച്ചു. ചെക്കനാകെ തെങ്ങിനെ പറ്റിയേ പഠിച്ചിട്ടുള്ളൂ. പശുവിനെ പറ്റി ചോദിച്ചിട്ട് അവനൊരു പ്രഹരമായി. അവൻ എഴുതി പശുവിനെ കെട്ടുന്നത് തെങ്ങിലാണ്, തെങ്ങിന് ഓലയുണ്ട്, ഇളനീരുണ്ട്, കരിക്കുണ്ട്, മറ്റേ ഉണ്ടെന്ന് 10 വാചകം തെങ്ങിനെ പറ്റി. അടുത്ത പറഞ്ഞ വീണ്ടും പരീക്ഷയ്ക്ക് കയറിയപ്പോൾ പശുവിനെ കെട്ടുന്ന തെങ്ങിലാന്ന് പറഞ്ഞ അടുത്ത പരീക്ഷയ്ക്ക് ചോദ്യം ചെയ്ത് കോഴിയെ പറ്റിയാണ്. കോഴിയും തെങ്ങുമായിട്ട് ബന്ധപ്പെടുത്താൻ ഒന്നും കാണാഞ്ഞപ്പോഴും അവൻ എഴുതിയത്രേ കോഴിയെ തെങ്ങിൽ കെട്ടാറില്ല, എന്നിട്ട് പിന്നെയും തെങ്ങിനെ പറ്റിയിട്ടില്ല എന്ന്. സബ്ജക്റ്റ് അറിയത്തില്ലെങ്കിലാണ് ഈ തരികിടകൾ വേണ്ടി വരുന്നത്. സനാതനധർമ്മത്തെ സംബന്ധിച്ചിടത്തോളം ഇതേ നിപ്പ് നിന്ന് നേരം വെളുക്കോളം പറഞ്ഞാൽ അവസാനിപ്പിക്കാൻ പറ്റുന്ന ഒരു സാഗരമല്ല അത്. എങ്കിലും അദ്ദേഹം സൂചിപ്പിച്ച വിഷയത്തിലേക്ക് ഞാൻ വരാം, സംശയമൊന്നുമില്ല.
പക്ഷെ ഒരു കാര്യം മാത്രം ശ്രീനിവാസൻ തമ്പുരാൻജി ഒന്ന് പിൻവലിക്കണം. കാരണം സനാതനധർമ്മത്തിനെ പുറത്തുനിന്ന് വീക്ഷിക്കുന്ന ഒരാൾ എന്ന് 2-3 പ്രാവശ്യം പറഞ്ഞു. അല്ല, സനാതനധർമ്മത്തിൽ ആമഗ്നനായി ജീവിക്കുന്നവനാണ്. പേര് കൊണ്ടും ജന്മം കൊണ്ടും അങ്ങനായി എന്ന് മാത്രമേ ഉള്ളൂ. 16 വയസ്സിൽ സനാതനധർമ്മം എന്താണെന്ന് യാദൃച്ഛികമായി പഠിക്കാൻ ഇടയാതിലൂടെ സംസ്കൃത ഭാഷയുടെ ഗഹ്വരങ്ങൾ തേടിപ്പോയി ഇപ്പോഴും സനാതനധർമ്മ മൂല്യങ്ങളുടെ അഗാധതകളിൽ ഊളിയിടാൻ ശ്രമിക്കുന്ന ഒരു പാപമാണ് ഞാൻ. സനാതനധർമ്മത്തിൻ്റെ ഉള്ളിലാണ്, ഹിന്ദുത്വത്തിൻ്റെ ഉള്ളിലാണ് പുറത്താണ്. മാത്രമല്ല, വന്ദേ മാതരം പാർലമെന്റിൽ പാടാൻ പറ്റില്ല എന്ന് വളരെ വർഷങ്ങൾക്ക് മുമ്പേ 84-85 കാലമാണെന്ന് തോന്നുന്നു 2 MP-മാരെ പാർലമെന്റിൽ ആവശ്യപ്പെട്ടു. വന്ദേ മാതരം പാർലമെന്റിൽ പാടാൻ പറ്റില്ല എന്ന് ആവശ്യപ്പെടുകയും കേസ് കൊടുക്കുകയും ബഹളം കുജയും ഉണ്ടാക്കുകയും ചെയ്യുന്ന സമയത്ത് 84-85 ആണ്. അന്ന് പുനലൂർ ഗവൺമെൻറ് ഹൈസ്കൂളിലെ ഒരു വാർഷികത്തിൽ നിന്ന്, ഇതുമായിട്ടൊരു ബന്ധവുമില്ല, വാർഷികത്തിൽ നിന്ന് ഞാൻ പ്രസംഗിച്ചു. വന്ദേ മാതരം പാടരുത് എന്ന് പറയുന്നവൻ MP സ്ഥാനം രാജിവെക്കണമെന്ന് മാത്രമല്ല, അവൻ ഭാരതത്തിന് പുറത്തു പോകണം എന്ന് ഞാൻ പറഞ്ഞത് വീഡിയോ ഇപ്പോഴും വൈറലാണ്. വന്ദേ മാതരം എന്താണെന്ന്, അതിൻ്റെ അർത്ഥം എന്തെന്ന് ജനങ്ങളെ പഠിപ്പിക്കാതെ എങ്ങനെയോ അത് വൈറലായി ലോകം മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുന്നു. ഇപ്പോഴും അത് ഇടയ്ക്കിടയ്ക്ക് കേൾപ്പിക്കാൻ വരാറുണ്ട് വന്ദേ മാതരം. അതുകൊണ്ട് ജനിച്ച ഭൂമിയെ വന്ദിക്കാൻ പഠിപ്പിക്കുന്ന ഒരു